ഹരേ കൃഷ്ണ. ഹനുമാൻ ലക്ഷ്മണനെ സമാധാനപ്പെടുത്തുന്ന കഥാഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. ലക്ഷ്മണനെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യം നഷ്ടപ്പെട്ട സുഗ്രീവൻ ഹനുമാനോട് ഇങ്ങനെ അപേക്ഷിച്ചു: ഹനുമാൻ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ലക്ഷ്മണസ്വാമി കോപിച്ചിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ മുൻപിൽ പോകാൻ ഭയമുണ്ട്. ദയവായി അങ്ങ് ലക്ഷ്മണസ്വാമിയെ ഒന്ന് സമാധാനിപ്പിക്കൂ. എല്ലാ തെറ്റിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു. എനിക്ക് മാപ്പ് നൽകാൻ അദ്ദേഹത്തോട് യാചിച്ചാലും. അപ്പോൾ ഹനുമാൻ പറഞ്ഞു: സുഗ്രീവ, അങ്ങ് സമാധാനമായിരിക്കുക, ഞാൻ സ്വാമിയെ സമാധാനിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മണ സന്നിധിയിലെത്തിയ ആഞ്ജനേയൻ ലക്ഷ്മണനെ വണങ്ങിക്കൊണ്ട് വിനയാന്വിതനായി പറഞ്ഞു: സ്വാമി, വിവേകമില്ലാത്ത സുഗ്രീവാദി വാനരന്മാരോട് അങ്ങ് പൊറുക്കണം. ലോകമെമ്പാടുമുള്ള വാനരവീരന്മാർ ഉടനെ കിഷ്കിന്ധയിൽ എത്തിച്ചേരണമെന്ന് സുഗ്രീവൻ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സീത അന്വേഷണത്തിനുള്ള ഒരുക്കങ്ങൾ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. ഇന്നും നാളെയുമായി വാനരന്മാരെല്ലാം കിഷ്കിന്ധയിൽ എത്തിച്ചേരും. അവർ വന്ന ശേഷം സ്വാമിയെ കാണാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു സുഗ്രീവൻ. ആഞ്ജനേയൻ്റെ വിനീതമായ വാക്കുകൾ കേട്ട് ലക്ഷ്മണൻ ശാന്തനായി. എന്നിട്ട് പറഞ്ഞു: ഹനുമാൻ, ഞാൻ താങ്കളെ വിശ്വസിക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് ലക്ഷ്മണൻ മടങ്ങി. ലോകമെമ്പാടുമുള്ള വാനരന്മാർ സേനാനായകന്മാരോടൊപ്പം കിഷ്കിന്ധയിൽ എത്തിച്ചേർന്നു. അത് കണ്ട് ലക്ഷ്മണൻ അത്യധികം സന്തുഷ്ടനായി. സീത അന്വേഷണ കാര്യം ഉടനെ നിർവഹിക്കപ്പെടുമെന്ന വിശ്വാസത്തോട് ലക്ഷ്മണൻ, സുഗ്രീവൻ, ഹനുമാൻ എന്നിവരോടൊപ്പം മൂകാചലത്തിലേക്ക് മടങ്ങി. ഹരേ കൃഷ്ണ. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു.